ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും സേമിയ ഉണ്ടാക്കുന്നവരാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എങ്കിലും ഈ മെത്തേഡ് ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി എനിക്ക് എന്റെ ചർച്ചിലെ ഒരു ഫ്രണ്ടിൽ നിന്നും കിട്ടിയ റെസിപ്പിയാ. എന്നെ കേൾക്കുന്ന എന്റെ വ്യൂവേഴ്സ്, എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും സേമിയ പായസം ഉണ്ടാക്കണം പക്ഷെ ഭയങ്കര ടഫ് ആണെന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു മടിയും കൂടാതെ പേടിക്കാതെ ഇത് ട്രൈ ചെയ്യണം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും, അതും വളരെ എളുപ്പത്തിൽ. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ സേമിയ ആണ്, മോംസ് ചോയ്സ് പ്രീമിയം സേവിയൻ. ഇത് റോസ്റ്റഡ് വെർമിസലി സേമിയ, സേവ് ഇത് വേണേലും പറയാം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇതും കൊണ്ട് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മള് സാധാരണ സേമിയ പലരും ഉണ്ടാക്കുന്നത് നല്ല വലിയ സേമിയ കിട്ടത്തില്ലേ, വെർമിസലി, അതുകൊണ്ടാണ് സാധാരണ ഞാനും ചെയ്തിരുന്നത്. പക്ഷെ ഇത് വെച്ച് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇത് ചെയ്തുണ്ടാക്കിയതാ. അപ്പൊ നിങ്ങൾ ഇത് തന്നെ മേടിക്കണം. ഇതിന്റെ റെസിപ്പിയാ ഞാൻ പറയുന്നത്, വലിയ സേമിയയുടെ അല്ല, അതായത് വലിയ വെർമിസലിയുടെ അല്ല. ഞാനിത് പൊട്ടിച്ച് കാണിക്കാം. ഇത് 150 ഗ്രാമിന്റെ പാക്കറ്റ് ആണ്, റോസ്റ്റഡ്. കണ്ടോ, ചെറിയ നാരു പോലെ. ഇതാണ് സാധനം. ഞാൻ പറഞ്ഞു ഇത് 150 ഗ്രാം ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഇത് ഫുള്ള് വേണ്ട എന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. ഞാനിപ്പോ ഇത് ഫുള്ള് എടുക്കുന്നുണ്ട്, കാരണം എനിക്ക് വേറെ കുറച്ച് പേർ കൂടി ഇത് സെർവ് ചെയ്യണം. അപ്പൊ ഇതിന്റെ പകുതി അല്ലെങ്കിൽ അതിനേക്കാളും കുറവെടുക്കുന്നവർക്ക് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കുറച്ചോണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുക്കണം. കുറച്ച് എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട്, കാരണം ഒത്തിരി നീളത്തിൽ ഇട്ടാല് അത് നീളത്തിൽ തന്നെ കിടക്കും. അതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് ഒടിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ഭസ്മം പോലെ പൊടിക്കരുതേ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പരുവം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. 13 ഏലക്കായുണ്ട്, പിന്നെ ഒരു കഷ്ണം ചുക്കെന്ന് പറയുന്ന ഇഞ്ചി ഉണങ്ങിയത്. അപ്പൊ ഇത് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോ ടീസ്പൂണോ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചെടുക്കണം. മിക്സി ജാറിൽ നമ്മൾ ഇത് മാത്രമായിട്ട് ഇട്ടാൽ പൊടിഞ്ഞു കിട്ടില്ല. അപ്പൊ ഇത് മിക്സി ജാറിൽ ഇടുന്നതിന് മുമ്പ് ഏലക്കയുടെ തൊലി കളഞ്ഞ് ഇങ്ങനെ അരി മാത്രം എടുത്താൽ മതി. എല്ലാത്തിന്റെ അരി ഇങ്ങനെ എടുത്തിട്ട് ഈ ചുക്കും 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരു വലിയ പാത്രം എടുക്കണം. അതിലേക്ക് ഇതിപ്പോ 2 ലിറ്റർ പാലുണ്ട്, കവർ പാലാ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 2 ലിറ്റർ പാലിൽ ഞാൻ നമ്മുടെ സാധാ ചായ ഗ്ലാസ് ഇല്ലേ, അതിന് 2 ഗ്ലാസ് വെള്ളവും ആഡ് ചെയ്തു. 2 ലിറ്റർ പ്ലസ് 2 ഗ്ലാസ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഞാനിപ്പോ 2 ഗ്ലാസേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളയ്ക്കണം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഈ പാല് തിളച്ചു കഴിഞ്ഞിട്ട് ബാക്കി പ്രോസസ്സിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. പാല് നല്ലതുപോലെ തിളച്ചു. ഞാൻ പാത്രം ഒന്ന് മാറിയേ, കാരണം മറ്റേത് നിറച്ച് പാലാ. പിന്നെ നമ്മൾ ഈ സാധനം കൂടെ ഇടുമ്പോ അത് ചിലപ്പോ ഓവർലോഡ് ആവും. പാല് തിളച്ചു കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 15 ടീസ്പൂൺ പഞ്ചസാരയായി ഇടുന്നേ. ഓൾറെഡി 4 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട ഏലക്കായും ചുക്കും പൊടിച്ചു വെച്ചേക്കുന്നേ. പഞ്ചസാര യാതൊരു കാരണവശാലും ആദ്യം ഒത്തിരി കൂടരുത്. ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇതൊന്ന് അലിയട്ടെ. പഞ്ചസാര ഇനിയും വേണ്ടി വരും, എങ്കിലും നമുക്ക് പിന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആ വെർമിസലി ഇട്ട് കൊടുക്കാം. നമ്മള് റോസ്റ്റഡ് മേടിച്ചത്, ഇനി എക്സ്ട്രാ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ ഇട്ടാ മതി. ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിട്ടേ ചെങ്ങും പോവരുത്. 2-3 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് തിളച്ച് തൂകിയും പോവരുത്. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇനി ഇപ്പൊ തന്നെ നിങ്ങക്ക് ഒന്ന് നോക്കിയിട്ട് പഞ്ചസാര കുറവാണെന്ന് തോന്നുന്നെങ്കിൽ ഇപ്പൊ ചേർക്കാം, അല്ലെ ലാസ്റ്റ് ചേർത്താലും മതി, ഒരു കുഴപ്പമില്ല. ഞാൻ മറ്റേ വലിയ സേമിയ കൊണ്ട് പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളയ്ക്കുന്നത് വരെ അങ്ങനെ തിളക്കട്ടെന്ന് പറഞ്ഞ് ഇട്ടേക്കരുത്, ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് മെയിൻ. സേമിയ ഇട്ട് കഴിഞ്ഞിട്ട് തീ കൂട്ടി തന്നെയാണ് ഇട്ടേക്കുന്നത്. നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചുടനെ ഓഫ് ചെയ്യരുത്, ഇത് കുറുകണം. തീ ലേശം കുറച്ചു ഞാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കാം. ബാക്കി അവസാനം ഇട്ടാ മതി.
നമ്മുടെ ഈ പാൽ ആദ്യം ഒന്ന് തിളയ്ക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത് ഈ സേമിയ ഇട്ട് കഴിഞ്ഞിട്ട് പാല് പെട്ടെന്ന് തിളയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടമാണ് അത് എങ്ങനെ ഓഫ് ചെയ്യണോ, അതായത് നന്നായിട്ട് കുറുകണോ അതോ കുറച്ച് പാല് കൂടുതലിട്ട് ഓഫ് ചെയ്യണോ. അപ്പൊ മധുരം നോക്കാം. മധുരം കുറച്ചുകൂടി വേണം. അത് ഞാൻ 15 ടീസ്പൂൺ ആയിട്ട് ഇപ്പൊ ഒരു 5 ടീസ്പൂൺ കൂടെ ഉണ്ട്. സേമിയ 2 രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഒന്ന്, ഇത് തണുക്കുമ്പോ അങ്ങ് കുറുകും. അത് കഴിഞ്ഞിട്ട് സ്പൂണിൽ കോരി കുടിക്കുന്ന പരുവം, അതായത് ഇച്ചിരി കട്ടിക്ക്, അങ്ങനെയും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് ഒക്കെ കുടിക്കുന്നത് പോലെ ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കുന്ന പരുവം. എനിക്ക് അതാണ് ഇഷ്ടം. മറ്റേ സ്പൂണിൽ കോരി കുടിക്കുന്നതിനേക്കാളും അതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അപ്പൊ ആ രീതിയിലാണ് ഞാൻ ഓഫ് ചെയ്യുന്നത്. ഇതിപ്പോ അത്യാവശ്യം കുറുകി നന്നായിട്ട് സേമിയ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് നന്നായിട്ട് കുറുകും. അപ്പൊ അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ഓഫ് ചെയ്യാൻ. ഞാൻ ഈ പരുവത്തിന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ബാക്കിയുള്ള ഏലക്ക പൊടിച്ചത് ചേർക്കാം. കൂട്ടത്തിൽ പഞ്ചസാരയും ഉണ്ട്. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തു. നിങ്ങളിപ്പോ വിചാരിക്കും ഈ ചേച്ചി ഇതെന്തോ ചെയ്യുന്ന, ഇനി ഇത്രയും വെള്ളം ഇട്ട് ഇത്രയും പാലിട്ട് എന്തിനാ ഇത്ര കുറച്ചുകൂടി വറ്റിച്ചൂടായിരുന്നു എന്ന്. അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇത് തണുത്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാം എത്രത്തോളം ഇത് കട്ടിയായി എന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിലേക്ക് നട്ട്സ് ഇടണം. കുറച്ച് നെയ്യ് ചേർക്കാം. ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആണ് വഴറ്റുന്നത്. കാരണം ഓരോന്നിന്റെയും വറവ് വ്യത്യാസമുണ്ട്. ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് എടുക്കാം. ഇത് മാറ്റാം. ഇനി കുറച്ച് ബദാം, ഇതും മാറ്റാം. കുറച്ച് മുന്തിരി, ഇതും മാറ്റാം. ഇനി കുറച്ച് കറുത്ത മുന്തിരി. അപ്പൊ ഞാനിതൊക്കെ ഇട്ട എന്റെ കയ്യിൽ ഉള്ളോണ്ടിട്ടേ. അപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാ മതി. ഉള്ളത് വെച്ച് ചെയ്തു. അപ്പൊ ഇത് ഓക്കെ ആയി. ഇനി ഇത് നെയ്യ് ഉൾപ്പെടെ നമുക്ക് ഒഴിക്കാം. ഈ ലാസ്റ്റില് ലേശം ഒരു നുള്ളു ഉപ്പ് എന്നിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ യോജിപ്പിക്കാം. ഇതേ ഇപ്പൊ ഇത്രയും സമയമായതേ ഉള്ളു. കണ്ടോ ആ കൊഴുത്ത് എങ്ങനെ ആയെന്ന് കണ്ടില്ലേ? നമ്മൾ എങ്ങനെ ഓഫ് ചെയ്ത് ഇപ്പൊ എങ്ങനെ ആയെന്ന്. ഇനി ഇതിലും കുറുകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി അങ്ങ് കട്ടിയായി പോയി, നിങ്ങൾക്ക് ഇപ്പൊ പരുവം കറക്റ്റ് ആയില്ല, തണുത്ത് കഴിഞ്ഞ് ഒത്തിരി അങ്ങ് കട്ടിയായി എങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ മതി. അപ്പൊ അങ്ങനെ വിഷമിക്കണ്ട. ഇനി നമുക്കിത് അടച്ചു വെക്കാം. തണുക്കുമ്പോ കുറുകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നോക്കിക്കേ എത്രയും കുറുകിയെന്ന്. ഇനി കുറച്ചുകൂടെ തണുക്കുമ്പോ കുറച്ചുകൂടെ കുറുകും. അപ്പൊ എളുപ്പമല്ലേ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഇതുവരെ ഈ വെർമിസെലി കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. വീണ്ടും പ്രിയപ്പെട്ട ഒരു ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.